ഇപ്പോ വീഡിയോ കണ്ടല്ലോ, ബീഫ് നിർബന്ധിച്ചു കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദി കേരള സ്റ്റോറി 2. ഇതും കേരള സ്റ്റോറി തന്നെയല്ലേ? ഏതോ ഒരു അപരാധി കൊടുത്ത ഒരു റിലീസാണ്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവർക്കെല്ലാം മഞ്ഞയായിട്ടേ കാണുമെന്ന് പറഞ്ഞ പോലെ ഇത് ആസ് യൂഷ്വൽ ഒരു നോർമൽ ടോക്കിൽ ഷിയാസ് കരീം അനുമോളോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ബിഗ് ബോസ് വന്നപ്പോൾ ഷിയാസ് കരീം ഒരു ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് അനുമോളെ പാവയെടുത്ത് പുറത്തേക്ക് എറിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര കാഷ്വൽ ആയിട്ട് ചെയ്ത സംഭവമാണ്. അതേപോലെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കാണ് ഷിയാസ് കരീം ഈ അനുമോളോട് പറഞ്ഞത്. അത് ഇത്രയധികം, അതായത് ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്ന പോണ്ടായിരുന്നു ഓരോ ആൾക്കാരും വേണ്ടിയിട്ട്. ഇതിന്റെ കമന്റ്സ് ബോക്സ് വായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു കമന്റ്സ് ബോക്സ് എങ്ങനെയാണല്ലോ. ഷിയാസ് കരീം റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ, ദിസ് ഈസ് എ ബീഫ് നോട്ട് എ പോയിസൺ എന്ന് പറഞ്ഞിട്ട്. അവന്റെ അണ്ണാക്കിൽ ആരെങ്കിലും ഇച്ചിരി പോർക്ക് വരട്ടിയത് തിരികെ കൊടു, കുറച്ച് പന്നിയിറച്ചി എടുക്കട്ടെ കാക്ക. എഡ്യൂക്കേറ്റഡ് സെക്യുലർ കേരളം. പന്നിക്കിഷ്ടം ബീഫോ? ഇവനെ കൊണ്ട് പന്നി മാംസം തീറ്റിക്കണം. നിനക്കിരിക്കട്ടെ നല്ല അങ്കമാലി പോർക്ക് കുരുമുളകിട്ട് വരട്ടിയത് 1 കിലോ. അതായത് അത്രയ്ക്കും ഒരു വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന പോലെയുണ്ട് അതിലെ കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കാഷ്വൽ ടോക്കാണ്. ഇപ്പൊ നമ്മൾ കൂട്ടുകാർക്കിടയിൽ സംസാരിക്കുന്ന ഒരു കാഷ്വൽ ടോക്ക് പോയിട്ടുള്ള എനക്കത് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിന്റെ വേറെ അർത്ഥത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളെന്നല്ല ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ആയിരിക്കും കാണുക. അപ്പോൾ ഈ കേരള സ്റ്റോറി 2ന്റെ ട്രെയിലർ വന്ന സമയത്ത് അതിനെതിരെ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും സംസാരിക്കുന്നതൊന്നും കേട്ടില്ല. ഇപ്പൊ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ എവിടെ നിന്നാണ് ഇത്രയധികം ആൾക്കാർ ഷിയാസ് കരീമിനെതിരെ വിമർശനം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് കുറേയധികം ഒരു സ്ലീപ്പർ സെൽസ് എന്ന് പറയാം, ഈ വർഗീയതക്ക് വേണ്ടിയിട്ട്, ഈ ഹിന്ദു വർഗീയതക്ക് വേണ്ടി കുറേയധികം കേരളത്തിൽ തന്നെ സ്ലീപ്പർ സെൽസ് ഉണ്ടെന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. അതിനുശേഷം പിന്നൊരു വീഡിയോ ഉണ്ട്, ഈ ആദില നൂറ ഇപ്പം അനുമോളെ വീട്ടിൽ പോയിരുന്നു, ഈ വാഴ 2 കാണാൻ വേണ്ടിയിട്ട് ഇവരെ വീട്ടിൽ പോയിരുന്നു. ആ സമയത്ത് അവർ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ബീഫ് കഴിക്കുന്ന ഒരു വീഡിയോ അനുമോൾ ചെയ്തായിരുന്നു. അത് ഷിയാസ് കരീം ഷെയർ ചെയ്തിട്ടുണ്ട്. ബീഫ് നോക്ക്. അങ്ങനെ നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ കപ്പ, പാൽ കപ്പ, ബീഫ് കറിയുമുണ്ട്. നമുക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ തരാൻ ഇത്തിരി പാട്. ഫ്രൈ കൊറേ ഇവരെടുത്തോണ്ട് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സാലഡ് എടുത്തോട്ടാ. അടുത്ത നെക്സ്റ്റ് അതിലെ പ്ലേറ്റ് എടുക്കും. തരുവാണ് കുട്ടി ചേച്ചി. ഇങ്ങോട്ട് വരുന്നില്ല. എനിക്ക് കുറച്ചിരുന്ന ഫോൺ നോക്കടി. ഇതെന്നെ എനിക്ക് ഫ്രൈ ആണ് കൂടുതൽ. അനുക്കുട്ടി ചേച്ചിയുടെ സ്നേഹമല്ലല്ലോ. എന്ത് അനുക്കുട്ടി അല്ല, അനുക്കുട്ടി. ഇതാണ് ആ വീഡിയോ. ഇപ്പൊ അതിന് മുമ്പത്തുള്ള വീഡിയോയില് അനുമോള് നീ ബീഫ് കഴിക്കുന്ന പറയുമ്പോൾ അനുമോള് പറയുന്നത് പിന്നെ ഞാൻ ഡയറ്റിങ്ങിലാണെന്നല്ല, ബീഫ് കഴിക്കുന്നില്ലെന്നല്ല, ഡയറ്റിങ്ങിലാണെന്നാ പറയുന്നത്. അതിനൊരു കോമഡി രൂപയാണ് ഷിയാസ് കരീം ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിന് ഷിയാസ് കരീം എന്താണ് റിപ്ലൈ കൊടുത്തത് നോക്കാം. ഷിയാസ് കരീമിന് ഇതിന്റെ കാര്യത്തിന് കുറെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
ഇതിലും മാറ്റൂല. പറയുന്നത് അപ്പൊ കുറെ ആൾക്കാർ വിമർശിച്ചത് പറഞ്ഞാല് പോയി പോർക്ക് കഴിക്കാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഷിയാസ് കരീം തന്നെ അതിന് വ്യക്തത പറയുന്നുണ്ട്. അത് ഖുറാനില് ഈ പോർക്ക് കഴിക്കാൻ പാടില്ല, പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കഴിയാത്തത്, അല്ലെങ്കിൽ ഞാൻ കഴിച്ചേനെന്ന്. ഇതിൽ വേറെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മള് ഇപ്പം കേരളത്തിന്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ 100-ല് ഒരു കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഈ പന്നിയിറച്ചി കഴിക്കുന്ന ആൾക്കാരുള്ളൂ. അത് ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ആരെങ്കിലായിക്കോട്ടെ. പക്ഷെ 100-ല് എനിക്ക് തോന്നുന്നു 60%, 70% ആൾക്കാർ ഈ ബീഫ് കഴിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്രയധികം വിമർശനങ്ങൾ വരാൻ കാരണം. അപ്പോൾ ഇതൊന്നും ഇത്രയധികം ഒരു പ്രശ്നമാക്കേണ്ട കാര്യമല്ല. ഷിയാസ് കരീം തന്നെ പറയുന്നുണ്ട്, അത് നമ്മളെ ഫ്രണ്ട്സുകളിൽ സംസാരിക്കുന്നത് തന്നെയാണ്. ഇപ്പോ നമ്മൾ തന്നെ ഫ്രണ്ട്സുകളിൽ സംസാരിക്കണം, ആരെങ്കിലും ബീഫ് അടിക്കാത്ത ആൾക്ക് നീ എന്താ BJP ആണോ, നീ എന്താ സംഖ്യയാണോ എന്ന് ചോദിക്കാറുണ്ട്. അത്രേ ഇതിനെ കാണിട്ടുള്ളൂ. അപ്പൊ മറുപടിയും നമ്മൾ എല്ലാവരും ജാഗരൂകരായിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നുള്ളത് അവനവന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്താൻ പാടില്ല. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.